കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി വരുന്ന ഏറ്റവും ഗുണമേന്മയുള്ള നിരവധി നടീൽവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ നേര്യമംഗലം ഫാം എന്ന് പറയുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരമേൽപ്പിച്ചതിൻ്റെ ഭാഗമായി അതിന് മുഖ്യ ചുമതല കൊടുക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന കൃഷി വകുപ്പും കൂടി ചേർന്നുകൊണ്ട് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നടത്തി വരുന്ന ഫാമിൻ്റെ നവീകരണം, ഫാമിനെ ജനങ്ങളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നിരവധിയായ പരിപാടികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്ന ഫാം ഫെസ്റ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ 3-4 ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഫാം ഫെസ്റ്റിലൂടെ 10,000-കണക്കിന് ആളുകൾ, കൃഷിക്കാരും കൃഷിയെപ്പറ്റി അറിയാൻ ആൾക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഫാം സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഫാമിലേക്ക് വരുന്നവർക്കെല്ലാം ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കൃഷിയെപ്പറ്റി അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കാർഷിക പ്രവൃത്തിയോടും കാർഷിക വൃത്തിയോടും ഒരു ആഭിമുഖ്യം വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഇവിടെ പച്ചക്കറി അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ മാത്രമല്ല, ആടും താറാവും കോഴിയും പശുവും ഒക്കെ ഇവിടെ ഫാമിൽ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. ഇവിടുത്തെ ഫാമിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു അത്യധ്വാനം കൊണ്ടാണ് ഇത്രയും ഈ ഫാം ഫെസ്റ്റിവൽ ഇത്രയും മനോഹരമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കൃഷിമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ ഈ ഫാമിൻ്റെ നിത്യ സന്ദർശകനായി ഇരിക്കാനും ഈ ഫാമിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനും ഞാൻ കൃഷിമന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യം ഉണ്ട്. അതെപ്പോഴും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ്. ഇവിടെ തൊഴിലാളികൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഈ ഫാം ഇത്രയും ഗംഭീരമായി നടക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അതിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു ഫാമാണ് നേര്യമംഗലത്തെ ഫാം. ആ ഫാമിൻ്റെ എന്താണ് പറയുക, ഫാം ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ വന്നു ചേർന്ന ജനങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, തദ്ദേശവാസികളടക്കം പറയുന്നൊരു കാര്യം, ഇങ്ങനെ ഈ ഫാമിനകത്ത് ഇത്രയും വലിയ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഫാം ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതോടുകൂടി ഫാമിൻ്റെ ഒരു ജനകീയത ഈ ഫെസ്റ്റിവലിലൂടെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫെസ്റ്റിവൽ അടുത്ത വർഷവും ഒരു തവണ മാത്രമല്ല, കഴിയുമെങ്കിൽ 1-2 തവണ പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഇതുപോലെയുള്ള ഫെസ്റ്റിവലുകൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡിസംബർ 5 മുതൽ ഫാം ഫെസ്റ്റ് നടത്തിയതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഫാമിനെ കുറിച്ച് അറിയുവാനും ഫാമിൽ വന്ന് ഓരോ പരിപാടികൾ കാണുവാനും ഓരോ സംഭവങ്ങൾ അറിയുവാനും ഫാമിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയുന്നത് ഇന്നാണ് ഈ ഫാം ഫെസ്റ്റിലൂടെയാണ്. നമ്മുടെ ഈ ടൂറിസം മേഖലയായിട്ട് നമ്മുടെ തൊട്ടടുത്ത് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഫാം. ഇതിനകത്ത് ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെന്ന് ജനം അറിയണത് തന്നെ ഇപ്പോഴാണെന്നാണ് പറയുന്നത്. പണ്ട് നമ്മുടെ ഫാം ഒത്തിരി കാട് പിടിച്ച് കിടക്കുമായിരുന്നു. നമ്മുടെ സുനിൽകുമാർ മന്ത്രിയായ സമയത്താണ് നമ്മുടെ ഫാമിനെ ഇത്രയും നല്ല ഫാമാക്കി മാറ്റിയത്. നമ്മുടെ അതുപോലെ തന്നെ ഫാം സൂപ്രണ്ടും തൊഴിലാളികളും ഒത്തിരി കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങളും നല്ല നാട്ടുകാർക്ക് കാഴ്ചവെക്കാൻ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നേര്യമംഗലത്തെ ജില്ലാ കൃഷിത്തോട്ടം വരും കാലങ്ങളിലും ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.